ചേട്ടാ ഈ പണി ഉടനെ എങ്ങാണ്ട് തീരുവോ? ഉടനെ തീർക്കാൻ മോനെ. ഇത് തീർക്കാന്ന് പറയുന്നല്ലാതെ തീരുന്നില്ലല്ലോ. നിങ്ങൾ ഇത് എത്ര ദിവസം കൊണ്ട് തീർക്കാന്നാ പറഞ്ഞത് ഈ പണിയെ? 3-4 ദിവസം കൊണ്ട് തീർത്തു തരാമെന്നാ അവനെ പറഞ്ഞത്. ഇത് 3-4 ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് ഇത് ഒരാഴ്ച കഴിഞ്ഞല്ലോ. ഇത് എന്ന് തീരാനാ? എനിക്ക് ഈ പണി കഴിഞ്ഞിട്ട് അതെല്ലാം പരിപാടിയുള്ളതാണെന്നറിയോ? ചേട്ടന് പണിയാൻ പറ്റത്തില്ല, വീട്ടിലെങ്ങാനും ഇരിക്കത്തില്ലേ? ചുമ്മാ കള്ളപ്പണിയായിട്ട് നടക്കുന്നത് മനുഷ്യരെ പറ്റിക്കാനായിട്ട്. നമ്മളെ മെനക്കെടുത്തായിട്ട് ഇറങ്ങിക്കോ. പണിക്ക് വിളിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീർത്തേക്കാന്നാ പറയുന്നത്. ഇതിപ്പോ ഒരാഴ്ചയായി. മനഃപൂർവ്വം അല്ല മോനെ, സാഹചര്യം കൊണ്ടല്ലേ. എന്ത് സാഹചര്യം? സാഹചര്യം എന്താണെങ്കിലും എനിക്ക് നാളെ പണി തീർത്ത് കിട്ടണം, കേട്ടല്ലോ. തന്റെ കള്ളപ്പണി ഒന്നും എൻ്റെ അടുത്ത് നടക്കുകയില്ല. താനിവിടെ എത്ര ദിവസം കിടന്ന് പണിതെന്ന് പറഞ്ഞാലും ഇത് മൊത്തത്തിൽ എത്ര രൂപയുടെ പണിയുണ്ടെന്ന് എനിക്കറിയാം. അതിനനുസരിച്ചൊരു പൈസ ഞാൻ അങ്ങോട്ട് തരും. കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട, കേട്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കാൻ നോക്ക്. അപ്പച്ച ഇന്ന ചോറ്. അപ്പച്ച രാവിലെ ഗുളിക കഴിക്കാൻ മറന്നുപോയല്ലേ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ അപ്പച്ചനെ ഫോൺ വിളിച്ചെന്നറിയാവോ? അപ്പച്ചൻ എങ്ങനെ എടുക്കാഞ്ഞേ? ഞാൻ കണ്ടില്ല മോനെ. അല്ലെങ്കിലും പണിക്കടെ ഫോൺ എടുത്തോണ്ട് സംസാരിച്ചിരുന്ന പണിയും തരത്തില്ല. അമ്മച്ചി അറിയല്ലേ അപ്പച്ചനോട് പണിക്ക് വരണ്ടെന്ന്? മോനെ, വീടിന്റെ വാടക അടയ്ക്കണം, വല്യമ്മച്ചിയുടെ ചികിത്സയ്ക്ക് പൈസ ഉണ്ടാകണം, വീട്ടിലെല്ലാം ഉണ്ടാകണം. അപ്പൊ അപ്പച്ചൻ വീട്ടിൽ ഇരുന്നാൽ ശരിയാവൂ? മോനൊന്ന് ആലോചിച്ച് നോക്കി. അതിന് ചാച്ചൻ പണിക്ക് പോകുന്നുണ്ടല്ലോ. മോനെ, എല്ലാത്തിനും അവനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? പിന്നെ അപ്പച്ചനും വെറുതെ വീട്ടിലിരിക്കുകയല്ലേ. അപ്പച്ചൻ ജോലിക്ക് പോയി കിട്ടുന്ന വിഷം കൂടെ ആകുമ്പം അവൻ്റെ ഒരു സഹായമാകല്ലേ. നല്ല വെയിലാ. എന്നാ മോൻ പൊക്കോ. വർത്തമാനം പറഞ്ഞുകൊണ്ട് ഈ പണി തീരുകയില്ല. ഇന്ന് പണി തീർത്തു കൊടുക്കണം വല്യപ്പച്ചന്. ഞാൻ പോവാണേ. ശരി ശരി. അപ്പച്ച, എന്താ പോലെ തിരിച്ചു വന്ന്? അവിടെ കിടന്നൊരു മാല കിട്ടി. ഇത് സ്വർണ്ണമാലയാണല്ലോ. ഇതെവിടെ കിടന്ന് കിട്ടിയതാ? ഇതെനിക്ക് അവിടെ കിടന്ന് കിട്ടിയതാ. മോനെ, ഇത് ഇവിടുത്തെ സാറിൻ്റെ മാലയാണെന്നാണ് തോന്നുന്നത്. മോനെ, ഇത് നമ്മുടെ കൈ കിട്ടിയ ഭാഗ്യം. ഇത് നമ്മൾ പണിയും കഴിഞ്ഞാൽ പോകുന്നെങ്കിലേ ആ സമയത്ത് ആരെങ്കിലും വന്നാൽ അവരെ കിട്ടിയാലോ. ഏതായാലും നാളെ നമുക്ക് സാറ് വരുമ്പോൾ സാറിനെ കൊടുക്കായത്. എന്നാ ശരി, ഞാൻ പോവാണേ. ആയിക്കോട്ടെ മോനെ. എന്താ ചേട്ടാ, പണി ഉടനെ എങ്ങാനും തീരുവോ? 10 മണിക്കാണോ വന്ന് പണി തുടങ്ങുന്നേ? മോനെ, രാവിലെ ഒന്നും കഴിച്ചില്ല. വന്ന വഴിക്ക് ശാലം ചായ കുടിക്കാൻ കയറി. അതായത് താമസിച്ച്. ഇന്നത്തെ ഒരു ദിവസം പണിക്കും കൂടെ ഉള്ളൂ. എത്ര താമസിച്ചാലും ഞാൻ തീർത്തിട്ടേ പോവുള്ളൂ. സാറേ, ഈ മാല സാറിൻ്റെ ആണോ എന്ന് നോക്കി. ഇന്നലെ ഇവിടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുമാരെ കിട്ടിയത്. അയ്യോ, അതെ ചേട്ടാ, ഇതെന്റെ മാലയാ. ഇന്നലെ ഈ മാല പോയിട്ട് എവിടെല്ലാം തപ്പിയെന്നറിയോ? എവിടെ പോയെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്ക് 4 ലക്ഷം രൂപയുടെ മുതലുണ്ട് ഇത്. ഭാഗ്യം, തിരിച്ചു കിട്ടിയല്ലോ. പിന്നെ ചേട്ടാ, ചേട്ടൻ്റെ പണിക്കൂലി മൊത്തം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേ, അങ്ങ് തന്നേക്കാം. മോനെ, അതിന് പണി കഴിഞ്ഞില്ലല്ലോ. അത് സാരമില്ല ചേട്ടാ, പണി കഴിഞ്ഞാലും തരാനുള്ളതല്ലേ. നേരത്തെ അങ്ങ് തന്നേ ഉള്ളൂ. പിന്നെ അതുമല്ല, 1-2 ദിവസം ഞാൻ സ്ഥലത്തില്ല, ഒരു ചെറിയ ബിസിനസ് ട്രിപ്പ്. ഓക്കെ, അപ്പോൾ കാണാം. സാറേ, ഇത് പൈസ കൂടുതലുണ്ടല്ലോ. ഇരിക്കട്ടെ ചേട്ടാ, ചേട്ടൻ എനിക്ക് 4 ലക്ഷം രൂപയുടെ മുതൽ എനിക്ക് തിരിച്ചു തന്നേ. അപ്പം ഞാൻ ചേട്ടന് എത്ര രൂപ തന്നാലും മതിയാകുകയില്ല. ചേട്ടാ, ചേട്ടന് വേണമെങ്കിൽ ആ മാല ഞാൻ അറിയാതെ എടുക്കാമായിരുന്നു. പക്ഷെ ചേട്ടൻ അത് ചെയ്തില്ല. ചേട്ടാ, ഇന്നത്തെ കാലത്ത് ചേട്ടനെ പോലെ മനസ്സുള്ളവരെ കുറവായേട്ടാ. അപ്പം ഞാൻ ഇത്രയെങ്കിലും ചേട്ടൻ തരണ്ടേ? തന്നത് കുറവാ, എനിക്കറിയാം. 4 പവനല്ല, 40 പവൻ വിലയുള്ളൊരു മനസ്സുണ്ട് ചേട്ടന്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചേട്ടനെ പണിക്ക് വന്ന ദിവസം എന്തൊക്കെയോ അനാവശ്യമായിട്ട് പറഞ്ഞു. അതെൻ്റെ തെറ്റുകൊണ്ടാണ്. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. സോറി കേട്ടോ. അപ്പോൾ ഓക്കെ, പണി നടക്കട്ടെ.